എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പൊൻവീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ചിക്കൻ മസാല, ബീഫ് മസാല, പോർക്ക് എന്ന് വേണ്ട നമ്മൾ എന്ത് കറിക്ക് കേൾക്കും. ഒരു ഇറച്ചിയുടെ അതേ ടേസ്റ്റിലുള്ള വെജിറ്റബിൾ ആയാലും അതേപോലുള്ള ഒരു മസാല കൂട്ടാണ് ഞാനിന്ന് പൊടിക്കാൻ പോകുന്നത്. അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഇരിക്കുന്നത്. കണ്ടേ, ഇത് 50 ഗ്രാം മല്ലി, 2 സ്പൂൺ റൈസ്. അത് ഒന്നി നമുക്ക് ബിരിയാണി റൈസ് എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ പുഴുക്കലരി വെള്ള അരി എടുക്കാം. പിന്നെ ഒരു 6 പട്ട, ഒരു നക്ഷത്രം, ഒരു 7 കശുവണ്ടി, ഷാജീരകം, കുരുമുളക് 2 സ്പൂൺ, ചെറിയ സ്പൂൺ ജീരകം 2 സ്പൂൺ, ഉലുവ 1 സ്പൂൺ, ഏലക്ക ഒരു 7-8 എണ്ണം, പിന്നെ ലീഫ് 2 എണ്ണം, പിന്നെ ഒരു 50 ഗ്രാം പെരുംജീരകം, ഒരു 15 കാശ്മീരി മുളക്. ഇത്രയും സാധനമാണ് ഞാൻ ഇതിന് എടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഇതിൻ്റെ അനുസരിച്ച് നിങ്ങൾ മസാല കൂട്ടി നിങ്ങൾക്ക് എടുക്കാം. കണ്ടില്ലേ, ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തത്. ഞാൻ ഒരു കച്ചോലൻ്റെ ഒരു 2 എണ്ണം കൂടെ ഞാൻ ഇടുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുള്ളൂ. 2-3 എണ്ണവും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാൻ നല്ലൊരു മണം കിട്ടും കേട്ടോ. അത് ഞാൻ വറുക്കാൻ നേരത്ത് എടുത്ത് വയ്ക്കാം. ഇപ്പം ഞാനൊരു വേറൊരു പെട്ടെന്നൊരു ഇച്ചിരി മസാലയ്ക്ക് ഞാനങ്ങ് എടുത്തു പോയി, അതുകൊണ്ടാണ് ഇപ്പോൾ ഒരെണ്ണം കാണിക്കുന്നത് കേട്ടോ. എടുത്ത് വെച്ചിരുന്നായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഇത്രയും കൂടെ ഒരു പൊടിയാക്കി നമുക്ക് വയ്ക്കാം. അതല്ല, നിങ്ങൾക്ക് ഇതിൻ്റെ നിന്ന് മസാലകൾ പെരുംജീരകപ്പൊടിയായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ അരിയും കശുവണ്ടിയും ഈ മല്ലിയും ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ഈ വലിയ ജീരകവും ബാക്കി എല്ലാം ഇട്ട് ഒരു പൊടിയാക്കി വെച്ചിരുന്നാൽ നമുക്ക് സാധാ കറിക്ക് എടുക്കാം. ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് കശുവണ്ടിയും അരിയും ചേർക്കുന്നത്. നമുക്ക് കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം. ആദ്യം കാശ്മീരി മുളക് വറുത്ത് പോരാം. ഒരു ഇറച്ചി മസാലയാണിത് കേട്ടോ. നമുക്ക് കിഴങ്ങറിക്ക്, മുട്ടക്കറിക്ക് എല്ലാത്തിനും ഈ പൊടി മാത്രം മതി. നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാൻ. ഈ പൊടി ആക്കി വെച്ചിരുന്നാൽ മതി. ചിക്കൻ മസാല വേറെ ഒന്നും ചേർക്കേണ്ട. നമുക്ക് അടിപൊളി ചിക്കൻ മസാല ആക്കിയെടുക്കാം. നമുക്ക് വറുത്ത് പോരാം. എല്ലാം അതേപോലെ എല്ലാം വറുത്ത് പോരാം. അതുപോലെ മുളകൊക്കെ അങ്ങ് കരിമുരാന്ന് വറുത്ത് പോരരുത്. ഒരു ഇളം പരുവത്തിൽ മാത്രം വറുത്ത് പോരുക. കാരണം അധികം മൂത്തുപോയ കറുത്ത കളറിൽ ഇരിക്കും. അതുകൊണ്ട് ഒരു ചുവപ്പ് കളറിൽ തന്നെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇളം പരുവം. കാരണം നമുക്ക് അങ്ങ് പൊടിഞ്ഞു പോകുന്ന രീതിയിൽ വറക്കണ്ട കേട്ടോ മുളകൊക്കെ. പെരുംജീരകം ഇച്ചിരി കൂടുതൽ എന്തായാലും എടുക്കണം കേട്ടോ. ഇത് അവർ മിക്സ് ചെയ്ത് തന്നുകൊണ്ട് ഇതിനകത്ത് കുറച്ച് ഗ്രാമ്പൂ കിടപ്പുണ്ട്. അത് കുഴപ്പമില്ല. ഗ്രാമ്പൂ ഇതിനകത്ത് തന്നെ കുറച്ച് 2-3 ഏലക്കയൊക്കെ കിടപ്പുണ്ട്. ഇതും അതേ കണക്ക് നല്ലോണം വറുത്ത് പോരുക. ഇതൊന്ന് നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എല്ലാം ഇട്ട് വറുത്ത് പോരാം. പട്ട, ഇപ്പം ഞാൻ പെരുംജീരകം ഇച്ചിരി വറുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കറുകപ്പട്ട ഇട്ടിട്ടുണ്ട്. കണ്ടേ, കച്ചോലം കുറച്ചും കൂടി എടുത്തിട്ടുണ്ട്. 2 ലീഫ് ഇട്ടിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകം, ഒരു 1/2 സ്പൂൺ ഉലുവ, ഏലയ്ക്ക, ഗ്രാമ്പു, കുരുമുളക്. അതിൻ്റെ കൂടെ നമ്മൾ 50 ഗ്രാം മല്ലി, ഒരു ശകലം ഷാജീരകം. ഒരു മണത്തിന് വേണ്ടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ്. അത് ഇച്ചിരി ഇട്ട കേട്ടോ. ഇതുമെല്ലാം ഒന്ന് വറുത്ത് വരാം. ഇപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ 7 കശുവണ്ടിയും കൂടെ ഇട്ടിട്ടുണ്ട്. നമ്മൾ സാധാരണ അരി മാറ്റിയാണ് വറുക്കേണ്ടത്. അരി ഇതിനകത്തോട്ട് വറുത്താൽ പൊട്ടി വരത്തില്ല കേട്ടോ. ബാക്കിയെല്ലാം കരിഞ്ഞു. അതുകൊണ്ട് ഇതെല്ലാം നല്ലോണം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരി വറുത്ത് കോരണം. അപ്പോൾ ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് വേറൊരു സാധനം ചേർക്കണം. നല്ലൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിൻ്റെ കൂടെ ചേർക്കണം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. അപ്പോൾ ഇത് നമ്മൾ മൂപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അതിൽ തന്നെ ഞാൻ ബസ്മതി അരിയാണ് എടുത്തേക്കുന്നത്. ബിരിയാണി റൈസാണ് എടുത്തേക്കുന്നത് കേട്ടോ.
അതാണ് ഞാൻ വറുക്കാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരി എടുക്കാം കേട്ടോ. 2 സ്പൂൺ അരിയും കൂടെ എടുത്തിട്ടുണ്ട്. പണ്ട് കാലത്ത് തേങ്ങ വറുത്ത് കറി വയ്ക്കുമ്പോൾ അതിനകത്ത് കുറച്ച് അരി വറുത്ത് ഇടുമായിരുന്നു, കൊഴുപ്പ് കിട്ടാൻ, കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടി അതിടുന്നത് കേട്ടോ. നമുക്ക് ഇതും ഇങ്ങനെ വറുത്ത് കോരി എടുക്കാം. നല്ലോണം പൊട്ടി നല്ലോണം മൂത്ത് വരും. അരിയുടെ കൂടെ നമുക്ക് 1 സ്പൂൺ, അധികം ഇടണ്ട, 1 സ്പൂൺ ഉപ്പിട്ടേക്കാം. കുറച്ച് ഉപ്പുപൊടിയും കൂടെ അതിൻ്റെ കൂടെ തന്നെ ഇട്ട് വറുക്കാം. ഇത്തിരി ഉപ്പ്, ഈ പൊടിക്ക് ഇത്തിരി ഉപ്പ് വേണം കറിയിൽ ഇടുമ്പോഴും. അത് ഉപ്പ് പൊടി ഇതിനകത്ത് നോക്കിയിട്ട് വേണം കറിയിലിടുക, കാരണം ഇതിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അനുസരിച്ച് നമ്മൾ പുരട്ടി വെക്കുമ്പോൾ ഇതിനകത്തുള്ള ഉപ്പും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്താൽ മതി. അതും വറുത്തിട്ടുണ്ട്. നമുക്കിത് ഈ വറുത്തിനകത്തിടാം. ഇപ്പം നമ്മളെ സ്പെഷ്യൽ ചിക്കൻ മസാല, ബീഫ് മസാല, പോർക്ക് മസാല, മുട്ട മസാല, കിഴങ്ങ് കറി മസാല എന്ന് വേണ്ട എല്ലാത്തിനും നമുക്ക് ചേരുന്ന ഒരു മസാലയാണ് ഞാൻ ആക്കി വെച്ചേക്കുന്നത്. കണ്ടില്ലേ, മുളക്, ബാക്കി സാധനങ്ങൾ കാണിച്ചതെല്ലാം ഞാൻ വറുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ മുളക് തണുത്തിട്ടുണ്ട്. ഉണ്ട്, മുളക് തണുത്തിട്ടുണ്ട്. നമുക്ക് മുളകൊന്ന് പൊടിക്കാം, നല്ലോണം പൊടിക്കണം. അപ്പം ഞാൻ മുളക് പൊടിച്ചിട്ടുണ്ട്. ഭസ്മം പോലെ ആക്കിയില്ലെങ്കിലും ഈ ഒരു പരുവത്തിൽ പൊടിഞ്ഞ് കിട്ടണം കേട്ടോ. ഇത്രയും പരുവത്തിൽ പൊടിഞ്ഞ് കിട്ടണം. ഇനി നമുക്ക് ബാക്കി ഈ സാധനങ്ങൾ ഇത്രയും പൊടിക്കാം. മസാലകൾ മൊത്തം പൊടിച്ച് മാറ്റാം. ജാറിലോട്ടിട്ട് കുറേശ്ശെ നല്ലോണം പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മസാല നല്ലോണം പൊടിച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. ഇനി ഇത് മിക്സിയുടെ നമ്മൾ അരയ്ക്കുമ്പോൾ ഒരു ചൂടുണ്ടല്ലോ, ആ ചൂട് നിലനിൽക്കുക. ഈ ചൂട് ഫുള്ള് പോയതിന് ശേഷം ഒരു ടിന്നിനകത്ത് അടച്ച് സൂക്ഷിച്ചാൽ, ഫ്രിഡ്ജിലങ്ങ് വെച്ചിരുന്നാൽ മതി. ആവശ്യത്തിന് എടുത്താൽ മാത്രം മതി, പുറത്ത് വെക്കേണ്ട, ഫ്രിഡ്ജിൽ വെച്ചേക്കണം. അപ്പോൾ അടച്ച് നല്ലോണം ഒന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ ഇത് നമുക്ക് നല്ല വൃത്തിയായിട്ട് ഒരു സ്പൂൺ ഇട്ടാൽ മതി എല്ലാത്തിനും. നല്ല കറി എടുക്കാം. കടലക്കറിക്കൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ശകലം ഇട്ടിട്ട് ബാക്കി സാധനങ്ങളോടും ചേർത്ത് ഒക്കെ നല്ല കടലക്കറി ആക്കി എടുക്കാം. അപ്പോൾ എല്ലാത്തിനും ഇത് ചേരുന്ന ഒരു മസാലയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. എൻ്റെ സീക്രട്ടായിട്ടുള്ള, എൻ്റെ ഇഷ്ടമുള്ള ഒരു മസാലയാണ്. അടിപൊളിയാണ്. കറിയൊക്കെ വയ്ക്കുമ്പോഴെല്ലാം നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ മസാല റെഡിയാക്കിയത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഇത് ചെയ്ത് നോക്ക്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റും. കറിയുടെ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മസാലപ്പൊടിയാണിത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു കുപ്പിക്കകത്തോട്ട് ആക്കി വയ്ക്കാം. വെറുതെ ഇങ്ങനെ ഫാനില്ലാതെ വെറുതെ ഇതിന് തണുക്കട്ടെ. ഇപ്പം ചൂടുണ്ട്, നല്ല ചൂടാണ്. ഈ ചൂട് ഫുള്ള് പോയിട്ട് നമുക്കൊരു കുപ്പിക്കകത്ത് അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. അപ്പോൾ മണം ചീത്തയാവത്തുമില്ല. അതേപോലെ തന്നെ നല്ല ടൈറ്റായിട്ട് അടച്ച് വെച്ചിരുന്നാൽ അതേപോലെ നമുക്ക് എപ്പം വേണമെങ്കിലും എടുക്കാൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ ഞാൻ കുറച്ചേ പൊടിച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് പൊടിച്ച് വയ്ക്കാം. 250 മല്ലി മേടിച്ചോ, 250 മല്ലിയും കറക്റ്റ് 250 പെരുംജീരകം, അങ്ങനെ വെച്ച് കറക്റ്റ് ചെയ്ത് നമുക്കെടുക്കാം. ഓക്കെ, അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.